നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർഷം കഴിയുന്തോറും നമ്മുടെ ഫോക്കസ് താഴത്തോട്ടാണ്. ഒരു 5 വർഷം മുൻപത്തെ ഫോക്കസ് നമുക്കിന്നില്ല. നമ്മുടേക്കാൾ കഷ്ടമാവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും. ഒരു ജോലി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോഴേക്കൊരു ഫോൺ വരും, എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് വെറുതെ തോന്നും ഒന്ന് റിലാക്സ് ചെയ്യണം. ആ ഫോണൊന്ന് എടുത്തങ്ങ് നോക്കിയാൽ ഒരു സുഖമാണ്, ഞാൻ കുറേ നേരം വർക്ക് ചെയ്തു നോക്കി. സോ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഒരു ജോലി കുറച്ച് നേരം പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും നമുക്കത് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാൻ കഴിയുന്നേയില്ല. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? വർഷം കഴിയുന്തോറും ഫോക്കസ് താഴത്തോട്ടാന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കും നിങ്ങൾ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം, സക്സസ്ഫുൾ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം, എന്നാലും ഇതൊക്കെ നടക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള കഴിവാണ് താഴത്തോട്ട് പോകുന്നത്. സോ അടിയന്തരമായിട്ട് നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഈ സ്പാർട്ടക്കസ് എന്നുള്ള പഴയ സിനിമ എടുത്ത സ്റ്റാൻലി കുബ്രിക് ഇല്ലേ, സ്റ്റാൻലി കുബ്രിക് ചെറുപ്പം മുതലേ വിചാരിച്ചു വെച്ചിരുന്ന കാര്യം താനുള്ള ഡിസ്ട്രാക്ഷൻ്റെ മരമാണെന്നായിരുന്നു. തനിക്ക് മറ്റു കുട്ടികളുടെ അത്ര ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല എന്നായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് സ്റ്റാൻലി ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്താ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ ജീവിതം, എല്ലാം ടൈം ടേബിൾ പ്രകാരം. അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, എന്നും ഒരേ പ്രവൃത്തി ഒരേ സമയത്ത് ചെയ്യുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക, ഒരേ സമയം ഒരു ടൈം ബ്ലോക്ക് ഫിക്സ് ചെയ്തിട്ട് അത് തന്നെ വർക്ക് ചെയ്യുക, ഒരേ സമയം കിടക്കുക. ഇത് വർഷങ്ങളോളം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റാൻലിയുടെ ഒരു വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ, ഒരേ സമയം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കുറേ കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ സമയമാകുമ്പോൾ തന്നെ അലേർട്ട് ആവുമല്ലോ. അങ്ങനെ ബ്രെയിനൊരു ഹാബിറ്റ് കൊടുത്തിട്ട് അങ്ങനെ ഫോക്കസ്ഡ് ആവാന്നൊക്കെ ഉള്ളൊരു വിശ്വാസമായിരുന്നു അത്. ഇങ്ങനെ പല ആളുകളും അവരുടെ ഫോക്കസ് പ്രൊട്ടക്ട് ചെയ്യാൻ പല സംഗതികളും ചെയ്യുന്നുണ്ട്. ഇപ്പം ജാപ്പനീസ് റൈറ്ററും ഓർഗനൈസിങ് കൺസൾട്ടൻ്റൊക്കെ മേരി കോണ്ടോ, അവരൊക്കെ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു വർക്ക് ചെയ്യാൻ അവരിരുന്നു, എന്തെങ്കിലും ഒരു ഫോൺ കോൾ വന്നു, അതിന് കുറച്ച് ടൈം പോയി. 1 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, 1 മണിക്കൂർ 2 മണിക്കൂറായി 3 മണിക്കൂറായി വർക്ക് തീരില്ല. അത് ഒരു ദിവസവും എന്നിട്ടും തീരുന്നില്ല. എങ്ങനെയും ഡിസ്ട്രാക്ഷൻസ് ആണ്. അവരാദ്യം വിചാരിച്ചു ഇത് ഡിസ്ട്രാക്ഷൻസ് ആണ്, മറികടക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെയാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, തൻ്റെ ബിഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോണാണ്, ഈ ഡിജിറ്റൽ സംഗതികളാണെന്ന്. അങ്ങനെ അവർ ആ ഡിസ്ട്രാക്ഷൻസിനെ മറികടക്കാൻ ഒരു ഐഡിയ ഉപയോഗിച്ചു. ഡിജിറ്റലായ കാര്യങ്ങളൊക്കെ, തൻ്റെ ഡിജിറ്റൽ വർക്ക്സ് ഒക്കെ ഒരു ഫിക്സഡ് ടൈം കൊടുത്തിട്ട് ദിവസത്തിൽ ആ ടൈമിൽ മാത്രം അത് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ റിയൽ വേൾഡിലേക്ക് വന്നു, മറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തു, ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കി എന്നുള്ളതാണ്. സോ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ഫോക്കസ് ആവും. അതൊരു മാർഗം. സോ ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യമായിട്ട് ഫോക്കസിൻ്റെ കാര്യത്തിൽ നമുക്ക് വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. സോ ഞാൻ ഇനി പറയാൻ പോകുന്നൊരു 6-7 ശീലങ്ങൾ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിലെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യും. സോ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് പകർത്തി നോക്കൂ എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ആളുകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും നമ്മളെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഫേസ്, അവരുടെ എക്സ്പ്രഷൻസ് ഇങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് തുടങ്ങാൻ പറ്റണം. നിങ്ങൾ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ കുറച്ച് കാലത്തിനുള്ളിൽ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളിടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുക. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തുള്ള ചെടികൾ, അവിടുത്തെ ഒരു പൂവ്, ആ പുഷ്പത്തിൻ്റെ ഒരു കളർ, ടെക്സ്ചർ, സൈസ്, ഇതൊക്കെ ശരിക്കും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ബീച്ചിലൊന്ന് പോയിരിക്കുക, വെറുതെ ശാന്തമായിരിക്കുക, മുൻപിലുള്ള ആളുകളൊക്കെ ഒന്ന് നോക്കുക, അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ സംസാരങ്ങൾ. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും സംസാരിക്കുക. ഇതൊക്കെ നമ്മളൊരു ട്രെയിനിങ് പോലെ, നമ്മുടെ ഫോക്കസിനെ വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് എന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. ആ ബോഡി ലാംഗ്വേജിൽ നിന്നും അവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. ഈ ഡയറക്ടർ വെട്രിമാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തമിഴ് ഡയറക്ടർ. അയാൾ ഒരു ആൾക്കൂട്ടങ്ങളിലൊക്കെ പോയി വെറുതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ അവരൊക്കെ ഒബ്സർവ് ചെയ്യുക, അവരുടെ ബോഡി ലാംഗ്വേജസ്. അങ്ങനെ അതൊന്ന് കിട്ടിയ പലതും തൻ്റെ സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഒബ്സർവ് ചെയ്യുക, മാക്സിമം ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരാൾ സൈക്കിളിൽ പോവുമായിരിക്കും, അയാളുടെ പുറകിലൊരു ബാഗ് ഉണ്ടായിരിക്കാം.
ആ ബാഗ് നമ്മൾ കണ്ടിട്ടില്ല, ഇന്നേ വരെ കാണാത്തൊരു സ്റ്റൈൽ ബാഗായിരിക്കാം. ഞാനിത് പറയാൻ കാരണം ഞാനത് കണ്ടു. ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ്, അയാളുടെ ബാക്കിലൊരു കൊട്ട പോലത്തെ ഒരു സംഗതി. ആ കൊട്ട എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഓല കൊണ്ടുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു കൊട്ട, അങ്ങനത്തെ ഒരു ബാഗ്. ആ സാധനം ബാക്കിൽ വെച്ചിട്ടാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഇന്നത്തെ കാലത്ത് കാണാനില്ല. അത് കണ്ടു, അത് ഒബ്സേർവ് ചെയ്തു. പിന്നെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല, ചില അക്ഷരത്തെറ്റുകൾ ഒക്കെ കാണുക, പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ട് കാണുക. നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു ട്രെയിനിങ് കേൾക്കുക, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കേൾക്കുക. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നു, അയാളോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന ഓരോ റിപ്ലൈ കേൾക്കുക, കൂടെ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കാണുക, അത് അറിയുക. എങ്ങനെ കേൾക്കണം എന്നറിയോ? എങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞാൽ, മരിക്കാൻ കിടന്ന ഒരാൾ, അയാൾ മരിക്കുകയാണ് കേട്ടോ, അതിനു മുമ്പ് നമ്മളെ വിളിച്ചിട്ട് എന്തോ പറയാനുണ്ട് എന്ന്. അപ്പം നമ്മളിങ്ങനെ ചെവി കൊടുത്ത് അടുത്ത് വന്നിരിക്കുകയല്ലോ, അപ്പം നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി കേൾക്കും. അതുപോലെ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ആളെയും വളരെ കാമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതുവരെ നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല, നമുക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പറയാം ശരി എന്നൊക്കെ പറഞ്ഞ് പോരുമായിരിക്കും. ശാന്തമായിട്ട് നമ്മൾ നാളെ മുതൽ മുൻപിൽ വരുന്ന ഓരോ ആൾ പറയുന്നതും കേൾക്കാനൊന്ന് ശ്രമിക്കുക. ഇതുവരെ നമ്മളെ സംബന്ധിച്ച് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരാൾ വരും, അപ്പോൾ നമ്മൾ ഇയാൾ എന്തെങ്കിലും പറഞ്ഞ് പോട്ടെ, എന്നിട്ട് വേണം എനിക്ക് ആ വീഡിയോ കാണാമെന്നുള്ള അവസ്ഥയാവും. സോ കാമായിട്ട് ഓരോരുത്തർ പറയുന്നത് കേൾക്കുകയും ഒബ്സേർവ് ചെയ്യുകയും ചെയ്യുക. ഇത് നമ്മൾ റിപ്പീറ്റഡായി ചെയ്ത് വരുമ്പോൾ നമ്മൾ പോലും അറിയാം നമ്മുടെ ഫോക്കസ് വർദ്ധിക്കും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫോക്കസ് കൂട്ടാൻ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പലരും പറയുന്നത് കേട്ടില്ല, അഭിമാനപൂരിതം അവർ പറയും, ഞാൻ ഒരേ സമയം എന്തൊക്കെ ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ വർക്ക് ചെയ്തു, അതിൻ്റെ അടുത്ത് അത് ചെയ്തു, മറ്റേത് ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ അഭിമാനപൂർവ്വം പലരും പറയും. എന്നാൽ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുരങ്ങനെ പോലെയാണെന്ന് പറയും. ഒരു സമയം അതിന് അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം, അങ്ങോട്ട് ചാടണം, ഇങ്ങോട്ട് ചാടണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഒരു സമയം ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഒരു സമയം പലതിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതിൻ്റെ സ്വാഭാവികമായ രീതി അങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ അറിയാതെ നമ്മുടെ ഫോക്കസ് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ച് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷൻസിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യലാണ്. നമ്മൾ ഒരു സമയം ഒന്ന് ചെയ്ത് നമ്മളെ ബ്രെയിനെ ശീലിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഒരു സമയം നമ്മൾ പലത് ചെയ്യുമ്പോൾ ബ്രെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ പോലും അതിന് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോഴും അത് ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. സോ ഇതിലൊരുപാട് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് മൾട്ടി ടാസ്കിങ് എന്നുള്ള സംഗതി മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ച് കാലത്തിനുള്ളിൽ നമ്മുടെ ഫോക്കസ് വർദ്ധിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു കാര്യം കഴിയുന്നത്ര ശ്രദ്ധയോടുകൂടി ഡെഡിക്കേഷനോടുകൂടി ചെയ്യാം, മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട്. ഇപ്പം മൾട്ടി ടാസ്കിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറയുന്ന ആളുകൾ പോലും അറിയാതെ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു, ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കിയിട്ട് അവിടെ തന്നെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യും, പല ആപ്സ് ഒരേ സമയം ഉപയോഗിക്കും. സോ നമ്മൾ ഡിസ്ട്രാക്ഷൻസിൻ്റെ എക്സ്പേർട്ട് അല്ല ആവേണ്ടത്, നമ്മൾ ഫോക്കസിൻ്റെ എക്സ്പേർട്ടാണ് ആവേണ്ടത്. സോ നമ്മുടെ ബ്രെയിനെ ഫോക്കസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അടുത്തത് ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ വർക്ക് ചെയ്യുന്നതിനടുത്ത് നമ്മുടെ ഫോൺ ഉണ്ടാവും. ഫോൺ എന്ന് പറയുന്ന ഡിസ്ട്രാക്ഷൻസിൻ്റെ ഒരു കടലാണ്. അത് നമ്മുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പുറത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അത് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി വന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ പറയും, നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് കുരങ്ങനാണെന്ന് പറഞ്ഞല്ലോ, കുരങ്ങൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടേ ഇരിക്കണം. സോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്ന നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തുക. അത് ഫോണാവാം, ഫോൺ തീരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. സോ മേരി കോണ്ടോ ചെയ്ത പോലെ ദിവസത്തിൽ 1 മണിക്കൂർ 2 മണിക്കൂറോ ടൈം ഫിക്സ് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ഫോണുമായി ബന്ധപ്പെട്ടതൊക്കെ തീർക്കുക. ബാക്കി സമയം നമ്മൾ ഫോൺ കോളിങ് മാത്രം ആക്കുക. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുക്കുക. അങ്ങനെ ഒന്ന് ചെയ്യാം. അടുത്ത ചില ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ക്യാബിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഡു നോട്ട് ഡിസ്റ്റർബ് എന്നൊക്കെ. സോ അതിൻ്റെ ഉള്ളിൽ ആൾ എന്തോ കാര്യമായിട്ട് പ്രാധാന്യമുള്ള എന്തോ ജോലി ചെയ്യുകയാണ്. അതിനിടയിൽ ആളുകൾ ചെന്നിട്ട് അയാളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സോ അയാളെ സംബന്ധിച്ച് ഈ മനുഷ്യരൊരു ഡിസ്ട്രാക്ഷനാണ് അയാളുടെ ജോലി ചെയ്യുന്നതിൽ നിന്നും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ അറ്റ്മോസ്ഫിയർ നോക്കാം. അതിലിപ്പോൾ സൗണ്ട് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഇങ്ങനെ പല 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 ഡിസ്ട്രാക്ഷൻസ് ഓരോ മനുഷ്യർക്കും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാവും. സോ ഇതിലേതാണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് എന്ന്
കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് അതിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുക. ഫോക്കസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, വർക്ക് ചെയ്യാനൊരു സ്ഥലം ഫിക്സ് ചെയ്യുക. അവിടെ നിന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. കുറേ കാലമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ശീലമാവും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എത്തിയാൽ നമ്മുടെ ബ്രെയിൻ അലേർട്ടാവും, ഒന്ന് ഓണാവും. സോ നമ്മളൊരു സ്ഥലം വെച്ച് കൊടുക്കുക, എപ്പോഴും ഒരു ഫിക്സ് ആയൊരു സ്ഥലം വെക്കുക. നമ്മൾ ഫോക്കസോടുകൂടി ഒരു വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, കംപ്ലീറ്റ് ഫോക്കസോടുകൂടി നമ്മൾ ചെയ്തു നമ്മൾ വിചാരിക്കുന്നെങ്കിൽ, അങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം നമ്മളൊരു റെസ്റ്റ് കൊടുക്കുക. ആ ബ്രെയിനിന് റെസ്റ്റ് വേണം എന്നുള്ളത്. സോ നമ്മൾ ഓരോ ജോലിയും, ചെറിയ ജോലിയാണെങ്കിൽ പോലും നമ്മൾ കഴിയുന്നത്ര ഫോക്കസോടുകൂടി നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോക്കസ് വർദ്ധിക്കും. സോ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോക്കസിനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് മസിൽ പോലെയാണ്, വർക്ക് ചെയ്യുന്തോറുമാണ് അത് വലുതാവുന്നത്. അടുത്ത പ്രകൃതിയായിട്ട് കുറച്ച് ടൈം നിങ്ങൾ അധികം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഇടയ്ക്കിടെ നഷ്ടമാവുന്നെങ്കിൽ നിങ്ങളൊരു പാർക്ക് പോയിട്ട് ഈ മരങ്ങൾക്കിടയിലൊക്കെ പോയിട്ട് ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സമയം ഫോക്കസ് കിട്ടും എന്നുള്ളതാണ്. സോ പ്രകൃതിയിലായിരിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ പ്രകൃതിയായിട്ട് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഫോക്കസ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ പഠനങ്ങളുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിട്ടേ കുറച്ച് ഇതിലൊക്കെ കൂടി ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് ഒരു 21 ദിവസം അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കും. ഇറ്റ്സ് മീ MkJayadevJ.